പ്രിയ സുഹൃത്തുക്കളെ, സമ്പാദ്യ പഠനത്തിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനു പകരം മറ്റൊരു വസ്തു എന്ന രീതിയിൽ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്ന അഥവാ ബാർട്ടർ സമ്പ്രദായം യൂസ് ചെയ്തിരുന്ന മനുഷ്യൻ വിപണന ഏകോപന മാർഗമായി കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് പണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണത്തിന് ആ ഒരു റോൾ മാത്രമല്ല ഉള്ളത്. വായു, ഭക്ഷണം, വെള്ളം എന്ന പോലെ ഒരു അവിഭാജ്യ ഘടകമാണ് പണം. ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യരും പണക്കാരനായി മാറാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭൂരിഭാഗം പേരും അതിൽ തോറ്റുപോകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണം സമ്പാദിക്കുന്നതിനും സമ്പാദിച്ച പണം നിലനിർത്തുന്നതിനും പണത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്, അഥവാ മണി റൂൾസ്. അത് നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. അതുപോലെ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. റൂൾ നമ്പർ 1, പേ യുവർ സെൽഫ്. അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്നും ഒരു ഭാഗം സേവിങ്സായി മാറ്റിവെക്കുക. ഈ സേവിങ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കാർ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ്സ് വാങ്ങുവാൻ വേണ്ടി മാറ്റിവെക്കുന്ന പണം ആവരുത്. ഈ പണം വെറുതെ മാറ്റിവെക്കുന്നത് പോലെ ആയിരിക്കണം. ഈ പണം നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൽ കാണുമ്പോൾ നാം ഒരു പണക്കാരനായി കൊണ്ടിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിത്തീരുന്നതാണ്. റൂൾ നമ്പർ 2, സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വരുമാനം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഇൻകത്തേക്കാൾ കൂടുതലാണ് നമ്മുടെ ചിലവ്. ഒരു ശരാശരി മനുഷ്യൻ്റെ വരുമാനത്തിൻ്റെ 60% അവൻ്റെ EMI അല്ലെങ്കിൽ കടങ്ങൾ അടച്ചു തീർക്കാൻ ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് സാലറി കിട്ടിയാൽ അയാൾ കരുതുന്നത് ഈ പണമെല്ലാം അയാൾക്ക് ഉടനെ ചിലവാക്കാനുള്ളതാണെന്നാണ്. ചിലവാക്കി കഴിഞ്ഞാലോ ആ മാസത്തെ അത്യാവശ്യ ചിലവുകൾക്ക് വേണ്ടി കടം വാങ്ങുകയോ ലോൺ എടുക്കുകയോ ചെയ്യേണ്ടി വരും. ആയതിനാൽ നമ്മുടെ വരുമാനം തിരിച്ചറിഞ്ഞാൽ പിന്നീട് നമ്മുടെ അത്യാവശ്യ ചിലവുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഫുഡ്, റൂം റെൻറ്റ്, ട്രാവൽ എക്സ്പെൻസസ്, EMI മുതലായവ. സാധാരണയായി കണ്ടുവരുന്നത് നമ്മൾ ആവശ്യങ്ങൾക്ക് പണം ചിലവാക്കുകയും അത്യാവശ്യങ്ങൾക്ക് കടം എടുക്കുകയും ചെയ്യുന്നതാണ്. ഈ പ്രവണത നിർത്തിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പണക്കാരനായി തീരാൻ പറ്റുകയില്ല. അതിനാൽ നമ്മൾ ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മുടെ അത്യാവശ്യങ്ങൾ കഴിഞ്ഞുള്ള പണം സേവിങ്സ് ആക്കി വെച്ച് ശീലിക്കുക. റൂൾ നമ്പർ 3, ബിൽഡ് എ എമർജൻസി ഫണ്ട്. ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്നാണ് മാറിമറിയുക. എപ്പോഴാണ് ഒരു അസാധാരണ സംഭവം ഉണ്ടാവുക എന്ന് ഒരാളെ കൊണ്ടും പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്ലാനിന് വിപരീതമായി കടം, ജോലി നഷ്ടമാവൽ, ബിസിനസ്സിലെ തകർച്ച, ഹോസ്പിറ്റൽ കേസുകൾ, ഇങ്ങനെയുള്ള അസാധാരണ സംഭവങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ എമർജൻസി ഫണ്ട് നമ്മുടെ സമ്പാദ്യത്തെ സുരക്ഷിതമായി നിലനിർത്തും. റൂൾ നമ്പർ 4, നോ വാട്ട് യു ഓൺ. എന്താണ് ഉള്ളത്, അത് എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് അറിവാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴോ നമുക്ക് നമ്മുടെ അറിവിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അതിന് ഉതകുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അറിവിനെ ഉയർത്തുക തന്നെ വേണം. റൂൾ നമ്പർ 5, സ്റ്റാർട്ട് ഏർലി. നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നുവോ അത്രയും കൂടുതൽ നമുക്ക് സമ്പാദിക്കാം. നേരത്തെ തുടങ്ങുക എന്നതാണ് പ്രധാനം. എങ്കിൽ മാത്രമാണ് നമുക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ ഫലം ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. റൂൾ നമ്പർ 6, ഇൻവെസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി. ഇൻവെസ്റ്റിംഗ് ആണ് നമ്മുടെ പണത്തെ ഇരട്ടിയാക്കുന്ന പ്രധാന ടൂൾ. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്. ആ 10 രൂപയ്ക്ക് നമ്മൾ 10 പേന മേടിച്ചു. 2 രൂപ എന്ന തോതിൽ 20 രൂപയ്ക്ക് നമ്മൾ അത് സെയിൽ ചെയ്യുകയും ചെയ്തു. 10 രൂപ ക്യാപിറ്റൽ ആയി മാറ്റിവെച്ചാൽ 10 രൂപ നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലൻസ് വന്ന 10 രൂപയിൽ നിന്നും 2 രൂപ കൂടി നമ്മൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ 12 രൂപയ്ക്ക് പേന വാങ്ങി വിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആയി വരികയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റ് ഉയർന്നു വരികയും ചെയ്യും. ഇങ്ങനെ ചെയ്യാൻ നമ്മൾ എത്രത്തോളം വൈകിപ്പിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ സമ്പാദ്യം എവിടെയാണോ അവിടെ തന്നെ തുടരുകയും ചെയ്യും. റൂൾ നമ്പർ 7, ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നമുക്ക് ഇവിടെയും എടുക്കാം. നിങ്ങൾ ഒരു പെൻ ബിസിനസ് തുടങ്ങി. നിങ്ങളുടെ ക്യാപിറ്റൽ തുടങ്ങിയതിനേക്കാൾ അധികമായി വരുന്ന ക്യാപിറ്റലിൻ്റെ പകുതിയെടുത്ത് പേനയും മിച്ചം വരുന്ന ബാക്കി പകുതി ക്യാപിറ്റലിൽ നിന്നും പെൻസിലും വാങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അവസരത്തിൻ്റെ വാതിൽ കൂടി തുറന്നു വരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിൻ്റെ മൂല്യത്തിൽ ഇടിവ് വരികയാണെങ്കിൽ പോലും ബാക്കപ്പ് എന്ന പോലെ മറ്റൊന്നുണ്ടാവുകയും ചെയ്യും. റൂൾ നമ്പർ 8, മിനിമൈസ് യുവർ ഫീസ് ആൻഡ് ടാക്സസ്. മിനിമൈസ് ഫീസ് ആൻഡ് ടാക്സസ് ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ ഉയർന്നു വരുന്ന ഒന്നാണ് ഫീസുകളും ടാക്സുകളും. ഇതിനെ നമ്മൾ നിയമപരമായ രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. റൂൾ നമ്പർ 9, കൺട്രോൾ യുവർ ഇമോഷൻസ്. നമ്മൾ സാമ്പത്തികമായ ഉന്നമനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് ഒരു നിർബന്ധപരമായ കാര്യമാണ്. റൂൾ നമ്പർ 10, ലേൺ അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ്. സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും അവരുടെ പണം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഷെയർ മാർക്കറ്റിൽ കാൽവെപ്പുകൾ നടത്തുവാൻ പാടുള്ളൂ. നമ്മുടെ തുടർന്നുള്ള വീഡിയോസുകളിൽ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ പണത്തിൻ്റെ 10 റൂളുകളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ റൂൾസുകൾ നിങ്ങൾ പിന്തുടർന്നാൽ വൈകാതെ നിങ്ങൾ ഒരു പണക്കാരനായി മാറുന്നതിനെ തടയാൻ ആർക്കും സാധ്യമാവുകയില്ല.